എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2.4 ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് 2.4-ൽ അതായത് ഇസഡ് ഓട്ടോമാറ്റിക് വണ്ടി കിട്ടുമെന്ന്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടുമെന്ന്. അപ്പം അങ്ങനെ ഒരു കിട്ടിയേക്കുന്ന വണ്ടിയാണ്. ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഒരു കസ്റ്റമറുടെ ലൊക്കേഷനാണ്. അന്ന് കസ്റ്റമറുടെ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വാഹനം, അതായത് വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഓരോ പോർഷനും നമുക്ക് എടുത്തെടുത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ക്ലിയർ ആക്കാൻ മതി. അപ്പം ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത് 2020 മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. ഇതുവരെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ്, അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന അതേ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള ഗ്ലാസ്സിനോ അല്ലെങ്കിൽ ഡോറിനോ ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒറിജിനലാണ് വരുന്നത്. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ജെനുവിനാണ്, ചെക്ക് ചെയ്തതാണ്. എല്ലാ പെയിൻറ്റും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. സൈഡ് മിറർ ആയിക്കോട്ടെ പോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഡോർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ആ പേസ്റ്റിങ്ങും പഞ്ചിങ്ങും അതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ റബ്ബർ, അതായത് നമ്മൾ റബ്ബർ നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. അതായത് ആക്സിഡൻ്റ് പരമായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ജെനുവിൻ വണ്ടിയാണ്. പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പഞ്ചിങ് പേസ്റ്റിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറിജിനലാണ്. പിന്നെ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് പേസ്റ്റിങ് പഞ്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചൈൽഡ് ലോക്ക്, അതായത് നിങ്ങൾക്ക് ഓപ്പണും ക്ലോസും, അതായത് പിള്ളേരുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് ഇടാം. ഇത് സംവിധാനമുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റോ അതേപോലെ തന്നെ ഡിക്കി ഗ്ലാസോ ഡിക്കിയോ കാര്യങ്ങളോ ഒന്നും ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ക്രാക്കോ ഡെൻറ്റോ കാര്യങ്ങളോ അല്ല പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. 2.4 ഇസഡ് ഫുൾ ഓപ്ഷൻ വണ്ടി, അതായത് ടോപ്പ് ഓഫ് ദ ടൈം ഇന്നോവ ക്രിസ്റ്റയിലെ ടോപ്പായിട്ട് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡിക്കി ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇവിടുത്തെ, അതായത് ഇപ്പം മരത്തിൻ്റെ അടിയിൽ കിടക്കുന്നതിൻ്റെ കുറച്ച് പൊടിയോ കാര്യങ്ങളോ ഉള്ളൂ. പിന്നെ നമുക്ക് ഡെൻറ്റോ വർക്കോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് റബ്ബർ കാര്യങ്ങളൊക്കെ ബാക്കിലൊക്കെ അയച്ചു നോക്കാം. നല്ല ടൈറ്റിൽ തന്നെ എന്ന് വെച്ചാൽ ഇതിന് ഗ്രീസ് പോലും അധികമില്ല. എന്ന് വെച്ചാൽ അത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിൽ അതായത് നമുക്ക് ഇൻറ്റീരിയറിലായിക്കോട്ടെ നല്ല ക്വാളിറ്റി തന്നെ, ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂവിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഈ ഡിക്കി അടയ്ക്കുന്ന സമയത്ത് എല്ലാവരും അതായത് ഡോറ് വലിച്ചടയ്ക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതായത് ഇതുണ്ടോ, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയേക്കുന്നതാണ്. അത് ഇന്നോവ ക്രിസ്റ്റയുടെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഇങ്ങനെ ഇതേപോലെ ഡിക്കി കൊണ്ടുവെക്കുക, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. എന്നിട്ട് എല്ലാവരും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നവർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഇന്നോവ ക്രിസ്റ്റ ഇസഡ് ഓട്ടോമാറ്റിക്കിൻ്റെയും വിയുടെയും ഒരു പ്രത്യേകതയാണ്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജെനുവിനാണ് വരുന്നത്. ഇനി ഡോറ് കാര്യങ്ങളും അതേപോലെ തന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. ഒരു ഗ്ലാസ് പോലും ചേഞ്ചസ് ഇല്ല. നിങ്ങൾക്ക് പേസ്റ്റിങ് പഞ്ചിങ് ഒക്കെ കാണാൻ പറ്റും. അതേപോലെ ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇനി അതേപോലെ തന്നെ റബ്ബർ അയച്ച് കാണിച്ചില്ല, നമുക്ക് ജസ്റ്റ് റബ്ബറും കൂടെ നിങ്ങൾ അയച്ച് കാണിക്കാൻ പറ്റും. റബ്ബർ ഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല വണ്ടിക്ക്. ഇനി അതായത് ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, എല്ലാ സൈഡും നമുക്ക് ഇതേപോലെ അയച്ച് കാണിക്കാൻ പറ്റുന്നതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം അയച്ച് ചെക്ക് ചെയ്ത ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതേപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നല്ല ടൈറ്റിൽ തന്നെ എന്നുണ്ടോ, നിങ്ങൾ അയക്കുന്ന സമയത്ത് ആ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സീറ്റിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്റ്റിക്കർ പോലും പറിച്ചിട്ടില്ല. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്.
എല്ലാം, അതായത് സ്വിച്ചിൽ നമുക്ക് ഇലക്ട്രോണിക് സീറ്റാണ് വരുന്നത്. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ സ്റ്റിയറിങ്ങിലൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വണ്ടി ജെന്യുവനാണ്. എന്ന് വെച്ചാൽ ഒരു പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇന്നോവ ക്രിസ്റ്റയുടെ ഇതിൽ AC വിൻഡോകൾ പൊട്ടാറുണ്ട്, ഇതിന് AC വിൻഡോ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ട് പോലുമില്ല. അതായത് ജെന്യുവൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പക്ക ജെന്യുവൻ. ഇതിലേക്ക് വരുമ്പം ഇത് 7 സീറ്ററിലാണ്. 7 സീറ്ററിലായിക്കോട്ടെ. ഇനി സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്ന സമയത്ത് ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സൈഡിൽ, അതായത് സൈഡിലൊക്കെ വെക്കുന്ന നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ഇതൊക്കെ ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ കീപ്പ്. ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള JKയുടെ ടയേഴ്സാണ് 4 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ്, നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സ്. ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന സാധനം എന്ന് വെച്ചാൽ എൻജിൻ റൂമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിളിച്ചപ്പം ഒരു കസ്റ്റമർ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കി കാണിക്കാത്തതെന്ന്. ജസ്റ്റ് ഈ വണ്ടിക്ക് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടും കൂടെ ചെയ്ത് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ കസ്റ്റമറുടെ ചെറിയ ചെറിയ ടൈമുകളാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് നമ്മളിങ്ങനെ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് ഇത് ബോണറ്റിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പേസ്റ്റിങ്ങിലോ ഡാമേജസോ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറിജിനലാണ് വരുന്നത്. ഇനി ഇത് 2020 മാനുഫാക്ചർ ചെയ്തേക്കുന്ന വണ്ടിയാണ്, 2020 തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ എൻജിൻ ആയിക്കോട്ടെ, എൻജിൻ റൂം ആയിക്കോട്ടെ വളരെ നീറ്റായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടും കൂടെ ചെയ്ത് തരാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു സൗണ്ട്, അതായത് നോർമൽ സൗണ്ട്, അതായത് വണ്ടി ഷോറൂമിൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അത്ര ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റ പുതിയ ഓപ്ഷൻ, അതായത് ഇസഡ് ഓട്ടോമാറ്റിക്കിൽ 2020 BS6 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ BS6 എഞ്ചിൻ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജെന്യുവിൻ വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സർവീസസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,40,000 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഡൽഹിയിലാണ് ലൊക്കേഷൻ വരുന്നത്. എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്ന 100% വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നാണ് ചെയ്യുന്നത്. വിത്ത് NOC പ്രൈസിലാണ് നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കൊണ്ട് പേപ്പർ കാര്യങ്ങൾ മാറ്റിയാൽ മാത്രം മതി. അതായത് വിത്ത് NOC, അതായത് അവിടുത്തെ റോഡ് ടാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അടച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ തന്നെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒന്നും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2020 വാഹനമാണ്, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,35,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,40,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ, അതായത് നിങ്ങൾക്ക് മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, അതായത് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള വാഹനങ്ങളിൽ നിങ്ങളിലേക്ക് നമുക്ക് വാട്സപ്പ് ത്രൂ കമ്മ്യൂണിറ്റി ത്രൂ അയച്ചു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യാൻ നല്ലൊരു വാഹനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക.